ഡിസൈൻ മികവ് കൊണ്ടും സാങ്കേതിക തികവ് കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒരു മോഡലായിരുന്നു ഹുണ്ടയുടെ i20. ഈ വാഹനം വിപണിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയമാവുകയും ചെയ്തു. അടുത്ത കാലത്ത് ഈ വാഹനത്തെ വീണ്ടും പുനർനിർമ്മിക്കുകയുണ്ടായി, എലീറ്റ് i20. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ക്രോസിനെ അവതരിപ്പിച്ചു, എലീറ്റ് i20 ആക്റ്റീവ്. വളരെ ആക്റ്റീവായ ഒരു രൂപശൈലിയിലെത്തിയ ഈ വാഹനത്തിൽ ക്രോസ് ആക്കിയപ്പോൾ എന്തൊക്കെ പുതുമകളാണ് വരുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹന നിർമ്മാതാക്കളാണ് ഹ്യുണ്ടായി. ചെറിയ ഹാച്ച്ബാക്ക് മുതൽ വലിയ SUV വരെ ഇവർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. അതിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ക്രോസ് ആണ് i20 ആക്റ്റീവ്. ഇവർ ഇതിനെ ക്രോസ് എന്ന് വിളിക്കുന്നില്ല എങ്കിലും ഈ വാഹനം എലീറ്റ് i20യുടെ ക്രോസ് മോഡൽ തന്നെയാണ്. വളരെ സ്പോർട്ടി ആയതും മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്തതുമായ ഒരു മോഡൽ. നിലവിൽ ടൊയോട്ടയുടെ എറ്റിയോസ് ക്രോസും ക്രോസ് പോളോയും ഫിയറ്റ് അവഞ്ചറയുമാണ് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ക്രോസുകൾ. ഇവയോടൊപ്പം മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വാഹനവും എത്തിയത്. ഇതിൻ്റെ ഒരു ബോഡി ഡിസൈൻ നോക്കിയാൽ നമുക്ക് മുൻപിറങ്ങിയ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ എലീറ്റ് i20യുടെ അതേ രൂപശൈലി തന്നെയാണ്. എന്നാൽ ക്രോസ് ആക്കിയപ്പോൾ കുറച്ചുകൂടി സ്പോർട്ടിയാക്കി. ശരിക്കും ഒരു യൂട്ടിലിറ്റി വാഹനത്തിൻ്റെയും അതുപോലെ തന്നെ വളരെ കംഫർട്ടായിട്ട് പോകുന്ന ഒരു വാഹനത്തിൻ്റെയും ഷേപ്പിനെ കൂട്ടിച്ചേർക്കുന്ന രീതിയിലായതുകൊണ്ട് ഇതിനെ ഒരു ക്രോസ് വിഭാഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഹെഡ്ലാമ്പിൻ്റെ ഡിസൈൻ നോക്കിയാൽ അതേ ശൈലി തന്നെയാണ്, പ്രൊജക്റ്റ് ടൈപ്പാണ്. പക്ഷേ എന്നാൽ ഇതിൽ ഡേ ടൈം LED ലൈറ്റ് ആഡ് ചെയ്തിരിക്കുന്നു. പ്രൊജക്റ്റ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലാമ്പ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഹെക്സാഗണൽ ഷേപ്പിലുള്ള റേഡിയേറ്റർ ഗ്രില്ലാണ്. വളരെ സ്പോർട്ടിയായിട്ട് അതിനെ മാറ്റിയിരിക്കുന്നു. ശരിക്കും ഒരു ബമ്പറിനും ഈ ഒരു ഗ്രില്ലിനും ഒരു ഡ്യുവൽ ടോൺ നിറമാണ് നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ട് ആ എയർഡാമിൻ്റെ ഒക്കെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ക്രോമിയത്തിൻ്റെ ഒരു ഘടകമൊക്കെ തീർത്തിരിക്കുന്നത് ശരിക്കും കുറച്ചധികം സ്പോർട്ടി ഫീൽ നൽകുന്നു. പിന്നെ യൂട്ടിലിറ്റി വാഹനങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തു. ശരിക്കും ഈ ഒരു പോർഷന് ഇതിൻ്റെ ആ ഒരു ഡിസൈനിൽ കാര്യമായ ഒരു പങ്കാണ്. ഇതിനെ ഒരു യൂട്ടിലിറ്റി വാഹനം അല്ലെങ്കിൽ ഒരു SUV എന്നൊരു കാറ്റഗറിയിലേക്ക് ഉയർത്തുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ആ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഡിസൈൻ ആ ഒരു ബോണറ്റിൻ്റെ പകുതി വരെ ചേർന്നിരിക്കുന്ന രീതിയിലാണ്. പിന്നെ ഈ വാഹനത്തിന് കുറച്ചധികം വലുപ്പം നമുക്ക് തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്ലിയറൻസിൽ കൂടുതൽ അല്ലെങ്കിൽ ക്ലിയറൻസ് വളരെയധികം കൂട്ടിയിരിക്കുകയാണ്. പിന്നെ വളരെ പരിചിതമായ മുമ്പുണ്ടായിരുന്ന ആ ഒരു 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീല് തന്നെയാണ്. ഈ ഒരു ഡയമണ്ട് കട്ട് ഇപ്പോൾ ഇവരുടെ എല്ലാ വാഹനത്തിലും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വീൽ ആർച്ച് കുറച്ചുകൂടി ആ ഒരു ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നത് കുറച്ചുകൂടി ഭംഗി കൂടുതൽ നൽകുന്നു. അതും ഒരു യൂട്ടിലിറ്റി വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രോസ് വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് ഇതിനെ ഉയർത്തുകയാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് വ്യൂ മിററിൽ ടേൺ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എപ്പോഴും ആ ഒരു ക്രോസ് വാഹനത്തിൽ കണ്ടിരിക്കുന്ന രീതിയിലുള്ള റൂഫ് റെയിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഉൾക്കൊള്ളിച്ചു. പിന്നെ എലീറ്റ് i20യിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് ഫിനിഷ് സി പില്ലറിൽ ഇപ്പോഴും നിലനിർത്തി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ഘടകങ്ങൾ വരുമ്പോൾ തന്നെ ഈ വാഹനത്തിന് ഒരു ഉയർന്ന നിലവാരം അല്ലെങ്കിൽ ഒരു ക്രോസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഈ വാഹനം എത്തുന്നു. അതിനെ കുറച്ചുകൂടി നന്നാക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ഡിസൈൻ മികവായി എടുത്തു പറയേണ്ടത് ആ ഒരു സൈഡ് ക്ലാഡിംഗ് ആണ്. ഏത് തരത്തിലും ഇത്രയും ഹൈറ്റിലൂടെ പോകുമ്പോൾ അത്യാവശ്യം നമ്മൾ കല്ലിനകത്തൂടെയൊക്കെ പോകുന്ന സമയത്തും ബോഡിക്ക് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കുന്ന ഒരു ക്ലാഡിംഗ് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ശരിക്കും വശത്തെ ഒരു കാഴ്ചയിൽ ഒരു മിനി കോമ്പാക്റ്റ് യൂട്ടിലിറ്റി വാഹനം കിടക്കുന്ന അതേ അനുഭവം തന്നെയാണ് നൽകുന്നത്. പിന്നുള്ള മാറ്റം ഇതിൻ്റെ പിൻവശത്താണ്. ഫ്ലൂയിഡിക് രൂപശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ലോക വിപണിയിൽ തന്നെ ഈ വാഹനമാണ് ലഭ്യമാകുന്നത്.
കോർണറിംഗ് ലൈറ്റോട് കൂടിയ ഹെഡ്ലാമ്പാണ്. വളവുകളിൽ കൃത്യമായി ഇത് പ്രകാശിക്കുന്നു. വലിയ വൃത്താകൃതിയിലുള്ള ഫോഗ് ലാമ്പും. ബമ്പറിന് ഡ്യുവൽ ടോൺ നിറമാണ്. റേഡിയേറ്റർ ഗ്രിൽ ഡിസൈനിൽ കാര്യമായ പങ്കുവഹിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഈ വാഹനത്തിന് ശക്തമായ ഒരു മുൻഭാഗമെന്ന അനുഭവം നൽകുന്നതും. വശങ്ങളിൽ നിന്നുള്ള കാഴ്ചയിൽ റൂഫ് റെയിൽ ഒഴിവാക്കിയാൽ എലീറ്റ് i20 എന്ന അനുഭവമാണ്. ഓട്ടോ ഫോൾഡിംഗ് മിററും ഇതിൽ തന്നെ ഘടിപ്പിച്ചു. മൊത്തം നീളം 3995 മില്ലിമീറ്ററാണ്. വീതി 1760 മില്ലിമീറ്ററും ഉയരം 1555 മില്ലിമീറ്റർ. 2570 മില്ലിമീറ്റർ വീൽ ബേസും ഈ വാഹനത്തിന് നൽകി. എന്നാൽ പഴയ എലീറ്റിൽ നിന്നും ഗ്രൗണ്ട് ക്ലിയറൻസിൽ കാര്യമായ മാറ്റം വന്നു. 190 മില്ലിമീറ്ററാണ് ഇതിന്റെ ക്ലിയറൻസ്. വലുപ്പത്തിന്റെ പ്രധാന പങ്ക് ഈ ക്ലിയറൻസിലാണ്. ഈ ആക്റ്റീവിന്റെ ഒരു പിൻവശത്തെ ഡിസൈൻ നോക്കിയാൽ നിലവിൽ എലീറ്റ് i20 എന്തൊക്കെയുണ്ടായിരുന്നു അത് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ ഒരു യൂട്ടിലിറ്റി വാഹനത്തിൻ്റെ ഒരു വിഭാഗത്തിലേക്ക് മാറ്റുന്ന രീതിയിലാണ് ഓരോ ഘടകങ്ങളും. ഇതിലുണ്ടായിരുന്ന ആ ഒരു 3 സ്റ്റെപ്പ് ആ ഒരു ടെയിൽ ലൈറ്റ് അതുപോലെ തന്നെ നിലനിർത്തി അതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ തന്നെയാണ്. പിന്നെ സ്പോയിലർ വന്നിരിക്കുന്നു. റിയർ എന്താ പറയുക പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബമ്പർ ശരിക്കും പൂർണ്ണമായും പുതിയ രീതിയിലേക്ക് മാറ്റി. അത് നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ നോക്കിയാൽ അറിയാം. റിവേഴ്സ് ഫോഗ് ലാമ്പും അതുപോലുള്ള ലൈറ്റുകൾ ഈ ഒരു ബമ്പറിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ. ഇപ്പോൾ ഇവരുടെ ഏറ്റവും ചെറിയ മോഡൽ മുതൽ ഹൈ എൻഡ് വരെയുള്ള മോഡലുകളും ഈ ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ റിയർ വൈപ്പർ, ഡീഫോഗർ അതെല്ലാം നൽകിയിരിക്കുന്നു. പിന്നെ മുൻഭാഗത്തെ ഡിസൈൻ അനുസരിച്ച് തന്നെയുള്ള ആ ഒരു സ്കിഡ് പ്ലേറ്റ് ഇതിൻ്റെ പിൻവശത്ത് നൽകിയിരിക്കുന്നു. അതാണ് ശരിക്കും ഈ വാഹനത്തിനെ കുറച്ചുകൂടി ഭംഗി തോന്നുന്നത്, അല്ലെങ്കിൽ ഇതിനെ മറ്റ് ഉയർന്ന നിലവാരത്തിലേക്ക് ഈ വാഹനത്തെ മാറ്റുന്നത്. അത് ആ ഒരു ബ്ലാക്ക് ഫിനിഷ്, അതിനൊരു ഡ്യുവൽ ടോൺ നിറം വന്നിരിക്കുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ്. പൊതുവിൽ ബാക്കിൽ നിന്ന് നോക്കിയാൽ ശരിക്കും ഒരു ലക്ഷറി സെഗ്മെൻറ്റിലുള്ള ഒരു വാഹനത്തിൻ്റെ ഒരു കോമ്പാക്ട് യൂട്ടിലിറ്റി വാഹനം കിടക്കുന്ന ഒരു അനുഭവം ഈ വാഹനം നൽകുന്നു. നമുക്കിതിൻ്റെ ഒരു ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ക്രോസ് എന്നൊരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ അതേ അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അടിസ്ഥാന ശൈലി എന്നുള്ളത് നമുക്ക് എലീറ്റ് i20യുടെ അതേ ശൈലി തന്നെയാണ്. കാര്യം ഇതിൻ്റെ പല ഘടകങ്ങളും നമ്മൾ ഇവരുടെ തന്നെ മറ്റു മോഡലുകളിൽ കണ്ടിരിക്കുന്ന പല ഘടകങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡിൽ മാറ്റം വന്നിരിക്കുന്നു. ഈ ഒരു 2 ബോഡി കളറിലാണ് ശരിക്കും അത്യാവശ്യം ഈ വാഹനത്തിൽ ഇറങ്ങുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബോഡി പെയിൻറ്റിൽ വരുന്ന വാഹനത്തിൻ്റെ ഉൾഭാഗത്തിന് ഒരു ഓറഞ്ച് ഷെയ്ഡ് നൽകിയാണ് ഇറക്കുന്നത്. നമുക്കതിൻ്റെ AC വെൻറ്റിൻ്റെ അവസ്ഥ നോക്കിയാലും ഓഡിയോ സിസ്റ്റത്തിൻ്റെ ആ ഒരു രീതി നോക്കിയാലും സീറ്റ് ആണെങ്കിലും നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബ്ലാക്കും ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡും നൽകുന്ന രീതിയിൽ മാറ്റിയിരിക്കുന്നു. പിന്നെ വളരെയധികം സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീൽ നൽകുന്ന രീതിയിലാണ്. ഉദാഹരണമായി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റി. ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഗിയർ ലിവറിനാണെങ്കിലും ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് നൽകിയിരിക്കുന്നു. അത്യാവശ്യം വളരെ നല്ല രീതിയിൽ നമ്മളൊരു എന്താ പറയുക ഒരു വാച്ചൊക്കെ പോലെ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഗിയർ ലിവറിൻ്റെ ആ ഒരു ഡിസൈൻ. അതുപോലെ നോക്കിയാൽ നിലവിലുണ്ടായിരുന്ന പല ലക്ഷറിയും നിലനിർത്തി. ഉദാഹരണം ആ ഒരു ക്ലൈമട്രോണിക് AC, അത് ആ ഒരു അയോണൈസറോടുകൂടി അത് ക്ലീൻ എയർ നൽകുന്ന രീതിയിൽ തന്നെ അതിനെ മാറ്റിയിരിക്കുന്നു. ക്ലൈമട്രോണിക്കാണ്. ഓഡിയോ കൺട്രോൾ സംവിധാനവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഫങ്ഷണലായ ഒരു സ്റ്റിയറിംഗ് വീൽ ഇതിനകത്ത് ഉൾപ്പെടുത്തി. അത് നമുക്ക് ടിൽറ്റ് ചെയ്യാം, ടെലിസ്കോപ്പ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ മറ്റ് നിരവധി ഘടകങ്ങളാണ്. ഓഡിയോയിൽ നമുക്ക് 1 GB മെമ്മറി കാർഡ് വരെ സ്റ്റോർ ചെയ്ത് നമുക്ക് സോങ് കേട്ട് പോകാൻ സാധിക്കുന്നു. USB, ഓക്സിലറി ഇവയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. വളരെ കംഫർട്ടായിട്ട് വളരെ സ്പോർട്ടി ആയിട്ടിരിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മുന്നിൽ ഹാൻഡ് റെസ്റ്റ് നൽകിയിരിക്കുന്നത് പോലെ തന്നെ പിന്നിലും ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ ഒരു രീതിയിൽ തന്നെ അതിനെ ഒതുക്കിയിരിക്കുകയാണ്. പിന്നെ AC വെൻ്റ് പിൻഭാഗത്ത് ഘടിപ്പിച്ചു. ഡയമെൻഷനിലോ അല്ലെങ്കിൽ സ്പേസിൻ്റെ കാര്യത്തിലോ മറ്റ് ഘടകങ്ങളിലോ യാതൊരു കൂടുതലും വന്നിട്ടില്ല. പഴയ ആ ഒരു എലീറ്റിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. എന്നാൽ അതേ ഘടകങ്ങൾ നിലനിർത്തി ഡിസൈനിൽ കുറച്ചധികം കാര്യങ്ങൾ മാറ്റം വരുത്തി ഇറക്കി എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് അറിയുവാൻ കഴിയുന്നത്. പിന്നെ നിലവിൽ ഇത് 2 എഞ്ചിൻ വേരിയൻറ്റിലാണ് എത്തുന്നത്. 1.2 ലിറ്ററും അതുപോലെ തന്നെ 1.4 ലിറ്ററും ആ ഒരു CID എഞ്ചിൻ്റെയും അതുപോലെ തന്നെ VTVT എഞ്ചിനിലുമാണ് ഈ വാഹനം എത്തുന്നത്. പവറിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ല. ഇതുപോലെയുള്ള ചില ഘടകങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പുതുമകളെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഡ്രൈവിനെ കുറച്ചധികം നല്ല രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഓടാനുള്ള ഇന്ധനവും അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഈ മീറ്റർ കൺസോളിലും അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളുമാണ്.
ഫിറ്റും ഫിനിഷുമുള്ള ഉൾവശം. ഇന്നത്തെ തലമുറയിൽ വേണ്ട എല്ലാ ഘടകങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എല്ലാത്തരം ഘടകങ്ങളും കൃത്യമായി ചേരും വിധമാണ് നിർമ്മാണം. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഈ വിഭാഗത്തിൽ ഇറക്കിയതുകൊണ്ടാകാം കളർ ഷെയ്ഡിൽ മാറ്റം വന്നത്. ക്ലൈമട്രോണിക് AC ആണ്. മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീലും. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന ഓഡിയോ സംവിധാനം. പുഷ് സ്റ്റാർട്ട് സംവിധാനമാണ്. ഉയരം ക്രമീകരിക്കാൻ കഴിയുന്ന ഡ്രൈവർ സീറ്റ്. വലുപ്പം തോന്നും വിധമാണ് ഉൾഭാഗം. സുഖകരമായി ഇരിക്കാൻ കഴിയും വിധമാണ് സീറ്റുകളുടെ രൂപശൈലിയും. 3 പേർക്ക് സുഖകരമായി ഇരിക്കാൻ കഴിയും പിൻസീറ്റിൽ. 285 ലിറ്റർ ബൂട്ട് സ്പേസും ഇതിന് നൽകി. ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പുതുമ നമുക്ക് തോന്നുകയില്ല. കാര്യം LI Titan ഓടിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. ഈ ഡിസൈനിൽ കണ്ടിരിക്കുന്ന മാറ്റങ്ങളും മറ്റ് ഘടകങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനെ മാറ്റിയിരിക്കുന്നത്. കാര്യം ഈ വാഹനം എത്തുന്നത് 1.5 ലിറ്റർ CID എഞ്ചിനുമായിട്ട് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ നോക്കിയാൽ ആ ഒരു 90 PS പവറും അതുപോലെ തന്നെ 22.4 kg ടോർക്കും ഈ വാഹനം നൽകുന്നു. 6 സ്പീഡാണ് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ്. 6 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഒരു പ്രവർത്തന മികവ് നമുക്ക് അത്യാവശ്യം ആസ്വദിച്ചറിയാൻ സാധിക്കുന്നു. കാര്യം നോർമലി തന്നെ നമുക്ക് 5th ഗിയറിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നമുക്കറിയാം, നമ്മളുടെ ആ ഒരു നിരത്തിൻ്റെയൊക്കെ അവസ്ഥ വെച്ചിട്ട്. അപ്പോൾ 6th ഗിയറിൽ പോകുമ്പോൾ വളരെ ഒഴുകി പോകുന്ന ഒരു അനുഭവം തന്നെയാണ് ഈ വാഹനം നൽകുന്നത്. പിന്നെ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത് പൊതുവിൽ ഹുണ്ടായുടെ ഇതിന് മുമ്പിറങ്ങിയ ചില മോഡലുകൾക്കുണ്ടായിരുന്ന ഒരു സസ്പെൻഷനൊക്കെ കുറച്ചുകൂടി മികച്ചതാക്കി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേഗത്തിൽ പോയി നമ്മൾ ടേൺ എടുക്കുമ്പോൾ പോലും വാഹനത്തിന് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. പൊതുവിലുണ്ടായിരുന്ന ചില പോരായ്മകൾ ഇതിൽ നിന്ന് നികത്തി ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് ഈസി ആയിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെ ഈ വാഹനം നൽകുന്നു. സിറ്റിയിലും ഹൈവേയിലും ഹൈ റേഞ്ചിലും ഒരേ രീതിയിൽ തന്നെയാണ് നൽകുന്നത്. പിന്നെ നമ്മളുടെ ഒരു ഡ്രൈവിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ ആ ഒരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നുള്ള ഒരു സംവിധാനം മികച്ച ഇന്ധനക്ഷമത കൂടി നൽകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി. ബ്രേക്കിംഗ് ആണെങ്കിലും ശരി, നല്ല ബ്രേക്കിംഗ് ആണ്. ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു സുഖമൊക്കെ അത്യാവശ്യം അറിയാം. ഏത് വേഗതയിൽ പോയാലും നമുക്ക് കൃത്യമായി നമ്മളുടെ ആ ഒരു ബ്രേക്കിംഗ് ആ ഒരു ഡിസ്റ്റൻസ് കൃത്യമായി പാലിച്ചുകൊണ്ട് നിർത്തുവാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ഇതൊരു ABS GBD ബ്രേക്കിംഗ് സംവിധാനത്തോടു കൂടി തന്നെ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകി ഇറക്കിയിരിക്കുന്നു എന്നുള്ള ഒരു പുതുമ കൂടി നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. നമുക്ക് മീറ്റർ കൺസോളിലൂടെ ആണെങ്കിലും ശരി, ഇതിൻ്റെ ആ ഒരു ഓരോ അവസ്ഥയും വാഹനത്തിൻ്റെ ഒരു സർവീസ് റിമൈൻഡർ പോലും നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വാഹനത്തുമായി സംബന്ധിക്കുന്ന ഘടകങ്ങൾ നമ്മൾ മറന്നുപോയാൽ പോലും വാഹനം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഈ വാഹനത്തെ കൃത്യമായ രീതിയിൽ പരിപാലിച്ചു പോകാനും കഴിയുന്ന രീതിയിലേക്ക് മാറ്റി. ദീർഘദൂര യാത്രയിലും അതുപോലെ തന്നെ ചെറിയ യാത്രയിലുമൊക്കെ ഒരേപോലെ വളരെ കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ഒപ്പം വളരെ കംഫർട്ടായിട്ടിരുന്ന് തന്നെ ഡ്രൈവ് ചെയ്യാനും കഴിയുന്ന രീതിയിലേക്ക് ഈ വാഹനത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയുവാൻ കഴിയുന്നത്. cc 4.2 CID ഡീസൽ എഞ്ചിനാണ്. 90 PS പവർ 4000 RPMലും 22.4 kg ടോർക്ക് 1500 2750 RPMലും നൽകുന്നു. പ്രകടനക്ഷമത തെളിയിച്ച അതേ എഞ്ചിൻ തന്നെയാണ് ഇതിലും. അനായാസമായ ഡ്രൈവ്, മികച്ച പവറും ടോർക്കും ഇത് നൽകുന്നു. ഗിയർ ഷിഫ്റ്റ് പോലും അനായാസമാണ്. കൃത്യമാർന്ന പവർ ഓരോ ഗിയറിലും ലഭിക്കുന്നു. 1 ലിറ്ററിൽ 21.19 കിലോമീറ്റർ ഇന്ധനക്ഷമത ARAA അംഗീകരിക്കുന്നു.
ഇന്ത്യൻ വിപണിയിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു വാഹനവും ഇതുവരെ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ കേരളത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു വാഹനത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്, ക്രിസാക്കി. ഈ വാഹനം ഗ്രേറ്റ് ബ്രിട്ടനിൽ രൂപീകൃതമായ ഒരു കമ്പനിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ്. അവിടെ നിന്നുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിറക്കുന്ന ഈ വാഹനം എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ള ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് എന്തൊക്കെ പുതുമകൾ ഈ വാഹനത്തിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഡ്രൈവിലൂടെ. ഗ്രേറ്റ് ബ്രിട്ടനിൽ രൂപീകൃതമായ കമ്പനിയാണ് ക്രിസാക്കി. ലോകം മുഴുവൻ അവരുടെ ശൃംഖലകൾക്ക് തുടക്കമിട്ടു. കമ്പനി പ്രധാനമായും ഇന്ത്യയാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള പ്രധാന കാരണം ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഇരുചക്ര വാഹന വിപണി ഇന്ത്യ എന്നതാണ്. 150 cc മുതൽ 800 cc വരെയുള്ള വാഹനങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കേരളമാണ് ആദ്യഘട്ടത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന സ്ഥലം. രണ്ടാമത് തമിഴ്നാടും. 2020ഓടെ ഇന്ത്യയിലെ ശ്രദ്ധേയമായ ഒരു ബ്രാൻഡായി മാറുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് 150 cc പെടുന്ന ക്രിസാക്കി പവർ 3 എന്ന മോഡലാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു തലമുറയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും നമുക്ക് കണ്ടുമറന്നിരിക്കുന്ന ഡിസൈൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്ന മറ്റു മോഡലുകൾ നൽകുന്ന ഡിസൈനിൽ തന്നെയാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള ഒരു ഹെഡ് ലൈറ്റാണ്, അത് ക്രോമിയം ഫിനിഷിൽ തീർത്തിരിക്കുന്നു. അതുപോലെ ഒരു ടിൻ ബോർഡ്, ഒരു മീറ്റർ കൺസോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ മീറ്റർ കൺസോളിൽ ശരിക്കും ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ ഫ്യൂൽ ഗേജ് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലുള്ള മറ്റു മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വാഹനം നമുക്ക് സെൽഫ് സ്റ്റാർട്ടിലും കിക്ക് സ്റ്റാർട്ടിലും അതുപോലെ തന്നെ ഈ കീ ഉപയോഗിച്ച് റിമോട്ട് സ്റ്റാർട്ടിലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ മഹീന്ദ്ര പോലെയുള്ള വാഹനങ്ങളിൽ ശരിക്കും റിമോട്ട് കീ ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇതിൽ ഒരു റിമോട്ട് സ്റ്റാർട്ട് എന്നുള്ളൊരു സംവിധാനം ഈ വാഹനത്തിലൂടെ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ നോക്കിയാൽ വളരെ ഷേപ്പിലുള്ള ഒരു ടാങ്കാണ്. പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു ക്ലാസിക് രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്രോമിയത്തിൽ തീർത്തിരിക്കുന്ന ഒരു റിയർ വ്യൂ മിറേഴ്സും 2 സൈഡിലായിട്ട് ഒതുക്കിയിരിക്കുന്നു. വളരെ ഒതുങ്ങിയ ഒരു ഹാൻഡിലും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ നോർമലി എല്ലാ വാഹനങ്ങളിലുള്ള രീതിയിൽ തന്നെയുള്ള ഒരു സ്വിച്ചസ്, എന്നാൽ ഇതിൽ ഹസാർഡ് വാർണിംഗ് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ നോക്കിയാൽ സീറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും ശരി, 2 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. വളരെ താഴ്ന്ന രീതിയിൽ ഏത് ആൾക്കാർക്കും ഉപയോഗിക്കാൻ, ഹൈറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു ഹൈറ്റ് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് എഞ്ചിൻ്റെ ഡിസൈൻ നോക്കിയാലും ശരി, അത്യാവശ്യം നല്ലൊരു ഫിനിഷും അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ആ ഒരു ബാക്കിലെ ഫുഡ് റെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കാലുകൾ വളരെ വിശാലമായി വെക്കാൻ കഴിയുന്ന രീതിയിലാണ് 2 ആ ഒരു ഫുഡ് റെസ്റ്റും ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു ബാക്ക് റെസ്റ്റ് ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതൊരു ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് സുഖകരമായിരിക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് കുറച്ചുകൂടി എന്താ പറയുക, ഇതൊരു ആദ്യത്തെ മോഡൽ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഉത്പാദനം കൂടി വരുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ഫിറ്റിലും ഫിനിഷിലുമുള്ള മാറ്റങ്ങൾ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു LED ലൈറ്റോട് കൂടിയ ഒരു റിയർ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ആ ഒരു റിയൽ ആയിട്ടുള്ള അലോയ് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കളർ ടോൺ ആയാലും അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ നോക്കിയാലും വാഹനത്തിൻ്റെ ബോഡിയുമായി നോക്കിയാൽ കുറച്ചുകൂടി നേർത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ടയർ സൈസും ബാക്കിയുള്ള ഘടകങ്ങൾ. ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നോക്കിയാൽ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട രീതിയിലുള്ള സാങ്കേതിക മികവിലും സാങ്കേതിക തികവിലും ഒക്കെ ഈ വാഹനത്തെ ഇറക്കിയിരിക്കുന്നു. പിന്നെ ആ ഒരു ആദ്യത്തെ മോഡൽ എന്നുള്ള രീതിയിൽ നോക്കിയാൽ അതിൻ്റേതായ ചില ആ ഒരു ഫിറ്റും ഫിനിഷും, അതായത് ഒരു ഷേപ്പ് കുറച്ചുകൂടി മെച്ചപ്പെടും. കാര്യം ഓരോ മോഡലായിട്ട് തന്നെ ഇറക്കുമ്പോൾ അതിന് ശേഷമുള്ള ഒരു മാറ്റങ്ങളിലൂടെയാണ് ഓരോ വാഹനങ്ങളായാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ആദ്യത്തേതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ടായിരിക്കും അടുത്ത മോഡൽ ഇറങ്ങുക. അതിൻ്റേതായ രീതിയിലുള്ള ചെറിയ ചില പോരായ്മകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഘടകങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു മോഡലാണ്. സാധാരണ രൂപശൈലി സ്റ്റെയിൻലെസ് സ്റ്റീൽ വീൽ ആർച്ചുകളാണ്. ക്രോം പ്ലേറ്റഡ് ക്രാഷ് ഗാർഡ്, വളരെ ഒതുക്കമുള്ള ഹാൻഡിൽ ബാർ, 16 ലിറ്റർ ശേഷിയുള്ള ഇന്ധന ടാങ്കും, മുൻപിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. 160 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് നൽകി. CDI ഇഗ്നീഷൻ സംവിധാനം. പിന്നിൽ കാരിയറും ഘടിപ്പിച്ചു. വാഹനത്തിന്റെ മൊത്തം ഭാരം 127 കിലോഗ്രാമാണ്. പൊതുവിൽ ആക്സസറീസായി ഘടിപ്പിച്ചിരുന്ന പല ഘടകങ്ങളും ഇതിൽ സ്റ്റാൻഡേർഡായി ലഭ്യമാകുന്നു.
150cc വിഭാഗത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. എയർ കൂൾഡ് എഞ്ചിനാണ്. 14.68 PS പവർ 8000 RPM-ലും 12.89 kgm ടോർക്ക് 8000 RPM-ലും നൽകുന്നു. ഭാരത് സ്റ്റേജ് 3 നിലവാരത്തിലുള്ള എഞ്ചിനാണ്. 1 ലിറ്ററിൽ 55-നും 60-നും ഇടയിൽ ഇന്ധനക്ഷമതയും ലഭിക്കും. 6 വർഷ എഞ്ചിൻ വാറണ്ടിയും കമ്പനി വാഗ്ദാനം നൽകുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ manoramanews.com-ലൂടെ കാണാൻ സാധിക്കും. ഇതുകൂടാതെ യൂട്യൂബിലും ഈ പ്രോഗ്രാം ലഭ്യമാകും. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഫാസ്റ്റ് ട്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല.